സർ, ആശാപ്രവർത്തകർ നമുക്കറിയാം നീണ്ട നാളത്തെ സമരമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കേരളം കണ്ടതിലെ സ്ത്രീകളുടെ ശക്തി എന്താണെന്ന്, അല്ലെ അവരുടെ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെ നാളെ ചരിത്രം പറയുന്ന ഒരു സമരം തന്നെ ആശാപ്രവർത്തകരുടെ മാറിയിരിക്കുകയാണ്. അത് മാറ്റിയത് നമ്മുടെ സർക്കാരാണ്. അതിനുള്ള ക്രെഡിറ്റ് അവർക്ക് കൊടുക്കേണ്ടിയിരിക്കും. ഇത്രയും ഒരു സ്ത്രീ ശക്തി എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, മഴയിലും വെയിലത്തും, എന്ത് പറയുന്നേ, ദാരിദ്ര്യത്തിലും എല്ലാം ഒറ്റക്കെട്ടായിട്ട് അവർ ആ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. പല സമരങ്ങളും ഇതിനിടയ്ക്ക് അവസാനിപ്പിച്ചു. ഞാൻ ഒരു മുഖവുര കൂടുതൽ ദീർഘിപ്പിക്കാതെ തന്നെ പറയേണ്ടിയിരിക്കും, കാരണം അവരെ പറ്റി പറയുമ്പോൾ കുറച്ചധികം നമ്മൾ പറയേണ്ടിയിരിക്കും. എന്ത് തന്നെയാലും അവർ വീണ്ടും സർക്കാരിനെതിരെ നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയാണ്. സർക്കാരിനെതിരെ, അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് നിലമ്പൂരേക്കാണ് ഇനി അടുത്തത് അവർ പോകുന്നത്. നിലമ്പൂരിലേക്കാണ് അവർ പോകുന്നത്. ഇതുവരെ സെക്രട്ടേറിയറ്റ് പോരായിരുന്നു. ആ സെക്രട്ടേറിയറ്റ് പോര് വാസ്തവത്തിൽ ഇടതുമുന്നണി ഗവൺമെൻറ്, പാവങ്ങളുടെ ഗവൺമെൻറ് എന്നും അതുപോലെ പതിതൻ്റെ ഗവൺമെൻറ് എന്നും പറയപ്പെടുന്ന ഇടതുമുന്നണി ഗവൺമെൻറ് ചോരയിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ചോരയിൽ മുക്കിക്കൊല്ലുകയാണ്. മഴയത്തും വെയിലത്തും മഞ്ഞത്തും കഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ നോക്കുകുത്തികളാക്കി സെക്രട്ടേറിയറ്റിൻ്റെ MG റോഡിൻ്റെ ഫ്രണ്ടിൽ, നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടിൽ നിരത്തിയിരുത്തിക്കൊണ്ട് അപമാനിച്ച്, വീട്ടിലോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരങ്ങ് തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ ചെന്നാൽ സ്ഥിതി ഇതിലും മോശമായതുകൊണ്ട് മാത്രം അവിടെ തുടർന്നതാണ്. അവരെ ചോരയിൽ മുക്കിക്കൊന്നതിൻ്റെ അഭിമാനത്തിലാണ് വിജൃംഭിതമായിട്ട് കേരള ഗവൺമെൻറ് അവരുടെ വാർഷികം ഇങ്ങനെ അടിപടലം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആഘോഷത്തിൻ്റെ പിന്നാലെ ഞങ്ങളും പോവും, ഞങ്ങളുടെ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞ് കാസർഗോട്ട് നിന്ന് അവരൊരു യാത്ര തുടങ്ങിയിരുന്നു. പക്ഷേ അതൊന്നും അത്ര വാർത്താ പ്രാധാന്യം നേടിയിരുന്നില്ല. എന്തെന്ന് വെച്ചാൽ തലസ്ഥാന നഗരത്തിലെ മാധ്യമപ്രവർത്തകരുടെ അത്രയും ഒരു സാന്നിധ്യം മറ്റു സ്ഥലങ്ങളിലെ പ്രാദേശിക പത്രപ്രവർത്തകരിൽ നിന്ന് ഇവർക്ക് ഉണ്ടായില്ല. പ്രാദേശികമായ പബ്ലിസിറ്റി ഓരോ സ്ഥലത്തും വരുമ്പോൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അവർ പോർക്കളത്തിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. പോർക്കളത്തിലേക്ക് തന്നെ അവരിറങ്ങുകയാണ്. അവർ രാഷ്ട്രീയ ചോദ്യം ചോദിക്കുകയാണ്. ഇതുവരെ അവർ പറഞ്ഞിരുന്നത് അവരുടെ സമരം രാഷ്ട്രീയമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ളതല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്, ഉപജീവനത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മാത്രമാണ്. ഇപ്പോൾ ആ പോരിലൊരു മാറ്റം വന്നിരിക്കുന്നു. ആ നിലമ്പൂരിൽ അവർ നടത്തുന്ന സമരം എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ കാട്ടാനാണ്. അവരുടെ നേട്ടങ്ങളുടെ പോസ്റ്ററുകൾ വെച്ചും കമലഹാസനെ കൊണ്ട് ലെജൻഡിൻ്റെ ചരിത്രം വിവരിച്ചും വേടൻ്റെ പാട്ടുകൾ പാടി ആളുകളെ കോരിത്തരിപ്പിച്ചും കൊഴുപ്പിച്ചും മുന്നേറുന്ന ഈ ആഘോഷത്തിനിടയ്ക്ക് അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു കറുത്ത നിഴലായിട്ട് തന്നെ, അത് എല്ലാ അർത്ഥത്തിലും കറുത്ത നിഴലായിട്ട് വരികയാണ് ആശാപ്രവർത്തകരുടെ സംഘം നിലമ്പൂരിലേക്ക്. ഇടതുമുന്നണി ഗവൺമെൻറ് അവരുടെ ഓരോ നേട്ടങ്ങൾ പറയുമ്പോഴും കേവലം 7,000 രൂപ വെച്ച് കോവിഡിനെ കേരളം നേരിട്ടതിന് പ്രധാന കാരണക്കാരായ ഞങ്ങളെ അപമാനിച്ചത്, കേവലം 3,000 രൂപ തരാൻ പറഞ്ഞപ്പോൾ തരാതിരുന്നത്, ഞങ്ങളത് ചോദിച്ചപ്പോൾ PSCയിലെ അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ ശമ്പളം കൊടുത്തത്, അതുപോലെ തന്നെ പല സർക്കാർ ജീവനക്കാർക്ക് വീണ്ടും പുതിയ ശമ്പള കമ്മീഷനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അപമാനിച്ചത്, അതിനൊക്കെ പണമുള്ള ഗവൺമെൻറ്. ആഘോഷം നടത്താൻ ഏതാണ്ട് 126 കോടിയൊന്നുമല്ല, 100-ൽ ഏറെ കോടി രൂപയുടെ ചെലവ് നടത്താൻ പ്രാപ്തിയുള്ള ഗവൺമെൻറ് വർഷം കേവലം 13 കോടി രൂപയുടെ മാത്രം ചെലവ് ഉണ്ടാകുമായിരുന്ന ഈ ഒണറേറിയം ഹൈക്ക് നടപ്പാക്കാതെ തങ്ങളെ അപമാനിച്ചു, വേദനിപ്പിച്ചു. ആ അമ്മമാരും സഹോദരിമാരും പറയുക, ഇവരാണ് അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടണമെന്നുള്ള ഉപദേശം ഗ്രാമാന്തരങ്ങളിൽ നടത്തുന്നു. ഇവരാണ് നിങ്ങൾ പ്രസവിക്കുന്നത് വീട്ടിലായിരിക്കരുത്, ആശുപത്രിയിലായിരിക്കണമെന്നുള്ള ഉപദേശം വീടാന്തരം കയറി ഇറങ്ങി പറയും. ഇവരാണ് കോവിഡ് വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെപ്പറ്റി ഓരോ വീട്ടിലും കയറി ഇറങ്ങി പറയും. ഇപ്പോൾ കേരളം ആഘോഷിക്കുന്നുണ്ടല്ലോ, കോവിഡ് കാര്യത്തിൽ ഞങ്ങൾ മുമ്പിലാണ്, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിൽ പ്രതിരോധം നടത്തിയതെന്ന് വീണ ജോർജൊക്കെ പറയുന്നുണ്ടല്ലോ. ആ വീണ ജോർജിൻ്റെയൊക്കെ വിജയാരവത്തിൻ്റെ പിന്നിലുള്ള ശക്തി കേന്ദ്രമായിട്ട് നിലകൊണ്ട സ്ത്രീകളെ തന്നെയാണ് വീണ ജോർജും കൂടിച്ചേർന്നുകൊണ്ട് കൂട്ടമായി ആശാ വർക്കേഴ്സിനെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. നമുക്കറിയാം, ഇപ്പൊ സാറ് പറഞ്ഞിട്ടുള്ള ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുള്ള വീട്ടില് അവര് ഈ പറഞ്ഞ മാസത്തിൽ 1-2 തവണ കയറിയിട്ട് അവർക്ക് വേണ്ടുന്ന മെഡിസിൻസുകൾ,
കുട്ടികളുടെ കുത്തിവയ്പ്പിനായി അനുസരിച്ചുള്ള ഓരോ കുട്ടികളുടെ പേരൻസിനെ രക്ഷകർത്താക്കളെ ഓർമ്മിപ്പിക്കാൻ. ഞാൻ പോലും ചില സമയത്ത് ഇവരൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇവർ കയറി വന്ന് ഓരോന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ നമ്മളുടെ ഇഷ്ടക്കേട് പോലും മറികടന്നുകൊണ്ട് ആരോഗ്യ പ്രവർത്തന മേഖലയിൽ സാർ പറഞ്ഞതുപോലെ ഓരോ വീടുകളും കയറി ഇറങ്ങി ഇങ്ങനെയാണ് മഴ വരുമ്പോൾ പകർച്ചവ്യാധികൾ, ഇപ്പോൾ കോവിഡ് മാത്രമല്ല നിരവധി പകർച്ചവ്യാധികൾ തടയുന്നതിനും വന്നു കഴിഞ്ഞാൽ അവർ എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ അതൊക്കെ എടുത്ത് മറിച്ച് അവർ തന്നെ ഇടും. ചിലപ്പോൾ നമ്മളില്ലാത്ത സന്ദർഭത്തിൽ പോലും നമ്മൾ വൈകിട്ട് വരുമ്പോൾ കാണാം വെള്ളമൊക്കെ നിറച്ച് വെച്ച് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ മറിച്ചിടും. അപ്പോൾ അത്രയ്ക്ക് ഓരോ പ്രദേശങ്ങളിലും അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഒരു 8 മണിക്കൂറത്തെ സേവനമല്ല. അവർ പലപ്പോഴും 8 മണിക്കൂർ എന്നുള്ള രീതി ഓരോ വീടുകളും കയറി ഇറങ്ങുക, 8 മണിക്കൂറിൽ പുറത്തുള്ള സേവനമാണ് ഇവർ 4 മണിക്കൂറുള്ള സേവനമാണ് ആദ്യകാലങ്ങളിലൊക്കെ ഇവർക്ക് നിർണ്ണയിച്ചിട്ടുള്ളത്. പക്ഷേ 8 മണിക്കൂർ ആയാൽ പോലും ഇവരുടെ സേവനം തീരത്തില്ല. കാരണം ഒരു പഞ്ചായത്ത് മുഴുവനും കയറി ഇറങ്ങി ഇവർ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരെ പറ്റി. എന്ത് തന്നെയായാലും ഇവരുടെ ഈ ഒരു സമരം ഇപ്പം നിലമ്പൂരിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. LDF സർക്കാരിന് കനത്തൊരടിയാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രി ഇവരുടെ ഒരു സമരം വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, കേരളം കടത്തിലാണ്, ഞങ്ങൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലെന്ന്. പക്ഷെ അതേ സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷത്തിനിടയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കേരളം കടത്തിലാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? കേരളം ഇത്ര ശതമാനത്തിൽ ഉയർന്നിട്ടുണ്ട്, ഇത്ര ശതമാനം ഞങ്ങൾക്ക് വരുമാന മാർഗമുണ്ട് എന്ന് എണ്ണി പിണറായി സർക്കാർ. അപ്പം മാറി മറിയുന്ന ഇവരുടെ കള്ളത്തരങ്ങൾ ഒരു തവണ ഒരു അവസരവാദി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആശാവർക്കറുടെ സമരം വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമരം വരുമ്പോഴോ അപ്പോൾ കേരളം കടത്തില്, ടാക്സ് കുറയ്ക്കണമെന്ന് പറയുമ്പോൾ കേരളം കടത്തില്, കേരളത്തിന് വേറെ മാർഗമില്ല. പക്ഷേ അതേസമയം അവരുടെ 4ാം വാർഷിക ആഘോഷത്തിൽ കേരളം അങ്ങ് അത്യുന്നത കോടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഏറ്റവും വലിയ ലാഭത്തിലാണ് കേരളം പോകുന്നത് എന്നുള്ളത്. അപ്പം എന്തായാലും ഇവർ ഇതിൽ നിന്ന് പിന്മാറത്തില്ല. നിലമ്പൂരിലേക്ക് പോകുന്ന ഈ സ്ത്രീകൾ ഒരു പക്ഷേ UDFനായാലും അൻവറിനാണെങ്കിലും BJPക്കാണെങ്കിലും പൂർണ്ണ പിന്തുണ, അവർ ഏതിനാണ് പിന്തുണ നൽകുന്നതെന്നുള്ള അറിയില്ല, പക്ഷെ പൂർണ്ണ പിന്തുണ നൽകും. അവരുടെ അജണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ, ഇടതുപക്ഷ മുന്നണിക്ക് LDFന് വോട്ട് പോലും കൊടുക്കരുത് എന്നുള്ള പ്രചരണത്തിനായിട്ടാണ് അവർ പോകുന്നത്. നിങ്ങൾ വേറെ ആർക്കും കൊടുത്തോ, പക്ഷേ ഇവർക്ക് കൊടുക്കരുത്, ഞങ്ങളാണ് അതിൻ്റെ ഇത്. കാരണം നമുക്കറിയാം അവരുടെ നിരവധി ഇതിനകത്തുള്ള ഒരു വീട് കടമായിട്ട് ജപ്തി ഭീഷണിയിൽ അവരെയൊക്കെ ഇപ്പോൾ 1-2 പേര് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ സഹായിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയുടെ ക്യാൻസർ ബാധിതയായ കുട്ടിയുടെ ഒരു അമ്മ ഇതിനകത്തുണ്ട്, ക്യാൻസർ ബാധിതയായിട്ടുള്ള സ്ത്രീയുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുമായിട്ട് കഴിയുന്ന സാധാരണ കുടുംബത്തിലെ സ്ത്രീകളാണ്. അപ്പോൾ അവർക്കൊരു മിനിമം ചാർജ് ഈ സാർ പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിൽ 5 മാസം 6 മാസവും വർഷത്തിലും 5000-6000 രൂപ വെച്ച് ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ അതിനൊരു പരിധിയില്ലാത്ത വർധനയാണ്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും ഈ പറഞ്ഞോണം അങ്ങ് മന്ത്രിമാരുടെ PAമാർക്കും ഉൾപ്പെടെയുള്ളവർക്കുള്ള വർധനവിൻ്റെ 1% ഒന്ന് ഇവരെ വിളിച്ച് ചർച്ച ചെയ്തിട്ട് കർക്കശമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരു തരത്തിലും ഞങ്ങൾ തരില്ല. ഈ M സ്വരാജ് ഇപ്പം കിടന്ന നേരം വന്ന് M സ്വരാജ് എന്താ വിചാരിച്ചത്, തിരുവനന്തപുരത്ത് കിടന്ന ആശാ വർക്കേഴ്സ് ഗുസ്തി പിടിക്കത്തേ ഉള്ളെന്ന്. ഇവർ അവിടെ എത്തിയിട്ടുണ്ട്. M സ്വരാജ് അന്ന് എന്താ പറഞ്ഞത്, കേരളത്തിലെ ഇതിൽ നിന്നും നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിന് വേണ്ടി മാത്രം ഈ ഗുസ്തി പിടിക്കുന്നു, അതായത് കേരളത്തിന് വേണ്ടി മാത്രം എന്തുകൊണ്ട് സമരം, നിങ്ങൾ കേന്ദ്രത്തിനും കൂടെ സമരം ചെയ്യും ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അതേ M സ്വരാജിനെ 8 നില പൂട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ സ്ത്രീകൾ പോയിരിക്കും. എന്തായാലും രണ്ടും കെട്ട് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അത് നല്ല കാര്യം. സ്ത്രീ ശക്തിയുടെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ജ്വാജ്വല്യമാനമായിട്ട് ജ്വാലയായിട്ട് അവരവിടെ കത്തുമെന്നുള്ള ഉറപ്പാണ്, നല്ല കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടി പറയാം രഞ്ജനി, അതായത് പഹൽഗാമിൽ അവർ AK-47 ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള പുരുഷന്മാരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച ഒരു ആളിൻ്റെ ഭാര്യ, ദിസ് ഈസ് മൈ ഹസ്ബൻഡ്, യു കിൽ മീ ടു എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിലേക്ക് ചെന്നപ്പോൾ ആ ഭീകരൻ പറഞ്ഞത്, ഞങ്ങൾ നിന്നെ കൊള്ളില്ല, നീ ജീവിച്ചിരിക്കണം, എന്തിനു വേണ്ടി, നീ മോദിയോട് എന്ന് പറ, ഞങ്ങളുടെ ധീരകൃത്യം അവനെ അറിയിക്കുക, അല്ലെങ്കിൽ അവനെ വിളിച്ചോണ്ടോ, അവനെ ഞങ്ങൾ കൊല്ലാം എന്നുള്ള മട്ടിൽ സംസാരിച്ചതുപോലാണ് ഇവരിവിടെ സമരം നടത്തിയപ്പോൾ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ ഞങ്ങളോട് സമരം ചെയ്യുന്നത്, നിങ്ങൾ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യേ. ഹേയ്, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ദേശീയ പാത ഇടിഞ്ഞു വീണപ്പോൾ ആരാ പോയത്? അവിടുത്തെ ആൾക്കാരോടാണോ നിങ്ങൾ പറഞ്ഞത് പോയി പാതയുടെ കാര്യം നിങ്ങൾ കേന്ദ്രത്തിൽ ചെന്ന് പറയാൻ? അച്ഛൻ മരുമോനും അമ്മായിയപ്പനും കൂടെ പോയില്ലേ ദേശീയ പാതയുടെ കാര്യം പറയാൻ? അല്ല കോഴിക്കോട്ടുകാരും കിളിവയൽക്കാരും അല്ലല്ലോ പറഞ്ഞത്. കിളിവയൽക്കാർ നിങ്ങളോട് നേരത്തെ മുന്നറിയിപ്പ് നൽകിയല്ലേ ഇതിങ്ങനെ സംഭവിക്കുമെന്ന്? നിങ്ങളന്ന് ചെവിക്കൊണ്ടോ, ലാത്തി കൊണ്ടല്ലേ അവരെ നേരിട്ടത്? അപ്പം നിങ്ങൾക്ക് അന്നേരം പോകാൻ വയ്യ. ഈ ആശാ വർക്കർമാർ നിങ്ങളെ സഹായിച്ച,
നിങ്ങൾക്ക് ആളെ കൂട്ടി നിങ്ങളുടെ യോഗങ്ങളെ സമ്പുഷ്ടമാക്കി ആശാവർക്കർമാരുടെ കാര്യം നന്ദികെട്ട ഗവൺമെൻറ് ആയതുകൊണ്ടാണ് അവർ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ നിങ്ങൾ പോയി ചോദിക്കുമെന്ന് പറഞ്ഞത്. പഹൽഗാമിലെ ആ ഭീകരനുണ്ടല്ലോ, അവൻ പറഞ്ഞ വാക്കുകളേക്കാൾ ക്രൂരമാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം പഹൽഗാമിനെ ആ ഭീകരന് ഈ സ്ത്രീയോട് ഒരു ബാധ്യതയുമില്ല, അവൻ ആദ്യമായിട്ട് കാണുക. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല, കോവിഡ് കാലത്തെ നിങ്ങൾ അതിജീവിച്ചു എന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ, ഈ സ്ത്രീകൾ ചെയ്ത സേവനം കൊണ്ടാണ്. മറക്കരുത്.